നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി സതീശൻ സാർ ഭരണമേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഹിന്ദുക്കളെ അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന്. നല്ല വ്യക്തമായിട്ട് ഒരു തവണയല്ല പലതവണ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യമായിരുന്നു അത്. അപ്പഴിക്കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണത്. നമുക്കെല്ലാവർക്കും അപ്പോഴുള്ള സാഹചര്യം മുതലെടുക്കുക, നമുക്ക് വിജയം കൈവരിക്കുക, മന്ത്രിപദത്തിലേക്ക് സ്ഥാനമേൽക്കുക. അദ്ദേഹം ഒരുപാട് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഹിന്ദുക്കളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻസും ഏറ്റുപിടിക്കുകയും അവർ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വോട്ട് ചെയ്ത് കോൺഗ്രസ്സിനെ വിജയപഥത്തിലെത്തിക്കുകയും ചെയ്തു. മാധ്യമങ്ങളും ഇപ്പോഴത്തെ മാധ്യമങ്ങളും നമുക്കറിയാമല്ലോ, എല്ലാവരും ചേർന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് 10-20 ദിവസം നമ്മൾ കാത്തിരിക്കുകയും അതിനും വേണ്ടി മാധ്യമങ്ങൾ വളരെയേറെ പയറ്റി തെളിയുക തന്നെ ചെയ്തു. അങ്ങനെ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് കിട്ടുകയും ചെയ്തു. ഞാൻ ഒരു പാർട്ടി പക്ഷത്തു നിന്ന് സംസാരിക്കുകയല്ല, ഞാൻ ഹിന്ദുക്കളുടെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നാടിൻ്റെ ഇന്നത്തെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് തന്നെയാണ് ചൊല്ല്. അങ്ങനെ ഭരണത്തിൽ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നു. ഒരാഴ്ചക്കകം തന്നെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെതിരെ ഗൺമാനെ മാറ്റുന്നു. ആദ്യം ചെയ്യുന്നത് സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധമുയർത്തുന്നു, കോലം കത്തിക്കുന്നു. അതും ലീഗിൻ്റെ ആൾക്കാർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതൊക്കെ അദ്ദേഹം വാക്ക് നിറവേറ്റുന്നതിൻ്റെ ഭാഗമാണ്. ഹിന്ദുക്കളെ ഇഷ്ടമല്ല, സമുദായങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ്. അപ്പം മുസ്ലിം സഹോദരങ്ങൾ വിചാരിച്ചു നമ്മുടെ വി ഡി സതീശൻ മതം മാറി മുസ്ലിം ആവുമെന്ന്. പിന്നെ അടുത്ത പണികളായി. ഇപ്പോൾ നമ്മുടെ KSRTC സൗജന്യ യാത്ര ജൂൺ 15 തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് വളരെ നല്ല കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹിന്ദുക്കളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ബിന്ദു കൃഷ്ണ അവരുടെ സമുദായ നേതാവിനെ കാണുവാൻ പുറപ്പെടുകയും ശിവഗിരിയിൽ നമ്മുടെ വി ഡി സതീശൻ എത്തുകയും മന്ത്രിതല ചർച്ചകൾ സ്വാമിമാരുമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ സമുദായ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതിൽ നിന്നൊന്നും വ്യത്യാസം വരുത്താനും ആർക്കും സാധ്യമല്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരുമായിട്ടും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാക്കന്മാരുമായിട്ടും ഹിന്ദു സമുദായത്തിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരങ്ങളും ചർച്ചകളും നമുക്ക് അത്യന്താപേക്ഷിതമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക്. പക്ഷേ ഇതൊന്നും തന്നെ അന്ന് മാധ്യമങ്ങളില്ലായിരുന്നു. ഈ മാധ്യമങ്ങൾ അവർ സാമ്പാറാണ് ഉണ്ടാക്കിയെങ്കിൽ മാധ്യമങ്ങൾ പറയും അവിടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെന്ന്. വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് വാ തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ മന്ത്രിമാർക്ക്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റുള്ള മന്ത്രിമാർക്കും പൊതുജനങ്ങൾക്കും ആർക്കും തന്നെ
നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന്. ഫോണിൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നേ നമുക്ക് പറ്റൂ. നന്ദി, നമസ്കാരം.